الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يؤت الحكمة فقد أوتي خيرا كثيرا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇതിലേക്ക് വന്നതായ സഹോദര സഹോദരിമാർ, അല്ലാഹുവേ അവർക്കൊക്കെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിൽ മുടങ്ങാതെ വന്നിരുന്ന പലരും മരണപ്പെട്ടുപോയി. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഴിഞ്ഞ രണ്ടാഴ്ചകൾ നമ്മൾ പറഞ്ഞത് സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ സൽസ്വഭാവത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, സൽസ്വഭാവത്തെക്കുറിച്ച് നിബിധങ്ങൾ പഠിപ്പിച്ച ഹദീസുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് സൽസ്വഭാവം? ഒരുപാട് മഹാന്മാർ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിലൂടെ സൽസ്വഭാവത്തെ പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ആ കിതാബിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സൽസ്വഭാവം എന്താണ് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സൽസ്വഭാവം എന്നാൽ മുഖപ്രസന്നതയാണ്. മുഖപ്രസന്നത, ദാനം ചെയ്യുക, മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, ഇതാണ് സൽസ്വഭാവം എന്നാൽ എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. താബിഈങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? മുഖപ്രസന്നത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യനെ നാം കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടെ അവനെ അഭിമുഖീകരിക്കുക, ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അവനോട് സംസാരിക്കുക. ഈ രീതിയിലുള്ള ഒരു മുഖപ്രസന്നത അത് സൽസ്വഭാവത്തിന്റെ ഒരു അടയാളമാണ്. ദാനം കൊടുക്കുക, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അർഹരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് സൽസ്വഭാവം ഉള്ള ഒരാൾക്കേ കഴിയുള്ളൂ. ഒരാൾ അത് ചെയ്യുന്നുവെങ്കിൽ സൽസ്വഭാവത്തിന്റെ അടയാളം അവനിലുണ്ട് എന്നതാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. മൂന്നാമത്തെ ഒരു ഗുണം, ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവം എന്ന് പറയുമ്പോൾ ഇന്നൊരു റൂമിന്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും മറ്റൊരാളെ ഉപദ്രവിക്കാനും ഇകഴ്ത്താനും മാനസികമായും ശാരീരികമായിട്ടൊക്കെ തകർത്ത് കളയാനും നമുക്ക് കഴിയും. സോഷ്യൽ മീഡിയകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, തെറ്റായ ധാരണകളിലൂടെ. പഴയ കാലത്തൊക്കെ നമ്മൾ പരദൂഷണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കവലയിൽ പോകണം, അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ പോകണം. അതിനൊരു പരിധി ഉണ്ടായിരുന്നു. കുറച്ചാളുകളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ, അവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ സോഷ്യൽ മീഡിയയുടെ
സാധ്യത വർദ്ധിച്ചതോടുകൂടെ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിലൂടെ ലക്ഷക്കണക്കായ ആളുകൾ ഒരേ സമയം കാണാവുന്ന സൗകര്യങ്ങൾ ഇബ്ലീസ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പരദൂഷണം പണ്ട് 4 ആളെ പറയുള്ളൂ, ഇന്നങ്ങനെയല്ല, ഒറ്റയടിക്ക് ലക്ഷങ്ങളെ നമുക്ക് കേൾപ്പിക്കാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഉപദ്രവം ശാരീരികമായും മാനസികമായിട്ടും ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, ഇത് സൽസ്വഭാവത്തിന്റെ ഫലങ്ങളാണെന്നാണ്. എന്നാൽ മുഹമ്മദ് മൂസൽ വാസിത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശക്തിയാൽ ആരോടും വഴക്കിടാതിരിക്കലും തന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് വഴക്കിന് വരേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യലാണ്. മൂസൽ വാസിത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരാളോടും അങ്ങോട്ട് വഴക്കിന് പോകൂല, ഇങ്ങോട്ട് ഒരാളെ ചീത്ത വിളിക്കുകയും വഴക്ക് പറയുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഒരാൾ ഉണ്ടാക്കുകയും ഇല്ല. ചീത്തവിളി, അസഭ്യവിളിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ കേൾക്കും. അപ്പൊ അവിടെ നമ്മളൊരു മാന്യത പാലിക്കണമെന്നാണ്. മര്യാദക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോയില്ല എങ്കിൽ മറ്റൊരാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ തെറിയാക്കേണ്ടി വരും. അതൊരു സത്യമാണല്ലോ. അത് കേൾക്കേണ്ടി വരുന്ന അത്തരം സാഹചര്യങ്ങളെ പോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ രീതിയിൽ മറ്റൊരാൾ നമ്മെ അധിക്ഷേപിക്കുന്ന, ചീത്ത വിളിക്കുന്ന സാഹചര്യം സ്വയം നമ്മൾ ഇല്ലാതെയാക്കുകയും മറ്റൊരാളെയും അങ്ങനെ നമ്മൾ അഭിസംബോധനം ചെയ്യാതിരിക്കലുമാണ്. ഇത് സൽസ്വഭാവത്തിന്റെ ഒരു ലക്ഷണമായി, ഒരു ഫലമായി മഹാനവറുകൾ പറയുന്നു. എന്നാൽ ശഹ്ബിനു ശുജാഉൽ കിർമാനി റളിയല്ലാഹു അൻഹു പറയുന്നത് സൽ സ്വഭാവം ആരെയും ഉപദ്രവിക്കാതിരിക്കൽ. അത് നേരത്തെ ഹസനുൽ ബസരി തങ്ങളും പറഞ്ഞു. ഇതേപോലെ തന്നെ മൂസൽ വാസിത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതിലും അതുണ്ട്. ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക, അതേപോലെ തന്നെ അവന് വരുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളെ സഹിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും. നമ്മുടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തും, പല നിലക്കുള്ള വേദനകൾ നമുക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള ഈ വേദനകളിലും പ്രയാസങ്ങളിലുമൊക്കെ ക്ഷമയോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. അസ്വസ്ഥത കാണിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ അതെല്ലാ ആളുകളോടും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയില്ല. അതിൽ ഒരു ക്ഷമ കാണിക്കുക. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അതും സൽസ്വഭാവത്തിന്റെ ഒരു അടയാളമാണെന്ന് മഹാൻ പറയുന്നു. എന്നാൽ വേറെ ചില മഹത്തുക്കൾ പറയുന്നത് സ്വൽസ്വഭാവത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ജനങ്ങളോട് അടുത്ത് പെരുമാറുക, ജനങ്ങളിൽ നിന്ന് അകലാതെ ഓരോ കാര്യത്തിലും ഓരോ വിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഓരോ മനുഷ്യരോടും അടുത്ത് ഇടപഴകുന്ന ഒരു സ്വഭാവം. ചില ആളുകളുണ്ടല്ലോ, ആരോടും മിണ്ടൂല, ഒരു പരിക്കൻ സ്വഭാവമായിട്ട് ഇങ്ങനെ നടക്കുക, അദ്ദേഹത്തിന്റെ കാര്യവും മാത്രമായിട്ട് പോവുക. അങ്ങനെയല്ല, ജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, ജനങ്ങളുമായി അങ്ങോട്ട് അടുക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അതും സൽസ്വഭാവത്തിന്റെ അടയാളമാകുന്നു എന്ന് മഹാൻ. സൽസ്വഭാവം ഒരാളിൽ ഉണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. വാസുത്തി റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊന്നും കൂടെ, സന്തോഷ സമയത്തും വിഷമഘട്ടങ്ങളിലും ജനങ്ങളെ അവന്റെ തൃപ്തിപ്പെടുത്തുക. തന്റെ അയൽവാസിയോ കുടുംബങ്ങളോ കൂട്ടുകാരനോ ഇനി ഒരു പരിചയവും ഇല്ലാത്ത ആളോ ആവട്ടെ, എന്താണെങ്കിലും അവൻ ഒരു വിഷമിച്ചിരിക്കുകയാണ്, അവന്റെ അടുത്ത് പോയി അവനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുക, അവന് സന്തോഷം നുകരുന്ന സംസാരങ്ങൾ സംസാരിക്കുക. ഇനി സന്തോഷമുള്ള ഒരു മനുഷ്യനാണ്, അവന്റെ അടുത്ത് പോയി ആ സന്തോഷം കെടുത്തിക്കളയുന്നതൊന്നും പറയരുത്. അവനും സന്തോഷം ഉണ്ടാവാനും സംതൃപ്തി തോന്നാനുമുള്ള വാക്കുകൾ അവനോട് സംസാരിക്കുക. ഇതും സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. ഇത് രണ്ടും കുറച്ച് പ്രയാസമാണ്. ദുഃഖമുള്ള സമയത്ത് പോയിട്ട് പിന്നെയും അത് സാരല്ല എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. ഇനി ഒരു മനുഷ്യൻ അവന്റെ കച്ചവടത്തിനും ബിസിനസ്സിനും ഒക്കെ നല്ല ലാഭം കിട്ടിക്കൊണ്ടുവരികയാണ്, അവന്റെ മകളെ നല്ല രീതിയിൽ കെട്ടിച്ചു, എല്ലാ വീട് സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരാളോട് കുശുമ്പ് തോന്നാതിരിക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. അവനോട് അസൂയ തോന്നാതിരിക്കുക. എന്താണെങ്കിലും മഹാൻ ഇവിടെ സൂചിപ്പിക്കുന്നതായ കാര്യം, ദുഃഖിച്ചിരിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കുക, സന്തോഷിക്കുന്ന ഒരാളെ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുക. ഇതും സൽസ്വഭാവമുള്ള ഒരാൾക്കേ കഴിയുകയുള്ളൂ.
ഇനിയോ അബൂ ഉസ്മാനുൽ മുഗ്രിബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഒരു സംഭവം മഹാൻ പറയുകയാണ്, എല്ലാ കാര്യത്തിലും അത് തനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന ആ ഒരു ധാരണയിൽ അതിലൊക്കെ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, അങ്ങേയറ്റത്തെ തവക്കുല്. ഇന്നെന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ അതിനാരെയും പഴിചാരലില്ല, അതിനാരെയും ദ്രോഹിക്കലില്ല, അതിനാരെയും കുറ്റം പറയലില്ല. അത് അല്ലാഹു തആല എന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ നിശ്ചയിച്ചതാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഈ ഒരു ഉറച്ച വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ പിന്നെ ടെൻഷന് സ്ഥാനമില്ല, അവിടെ പിന്നെ ദുഃഖത്തിന് സ്ഥാനമില്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ മാലിക്കുൽ മുൽക്കായ അല്ലാഹുവാണ്. എനിക്കൊരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല ലേഹം തിന്നലേറ്റം നല്ലതാ എന്ന് തഴവ ഉസ്താദ് പറഞ്ഞൊരു ബൈത്ത് കാണാം. ഒരു മനുഷ്യന്റെ ടെൻഷനും മനപ്രയാസവും ഒക്കെ നീങ്ങിപ്പോവാൻ ഏറ്റവും ഉതകുന്ന ഒരു ദിക്റായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കഴിവും ശക്തിയും ഇല്ല, ഒരാൾക്കുമില്ല അല്ലാഹുവിനല്ലാതെ. അളീമായ വണ്ണമായ ഉന്നതനായ അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല, എനിക്ക് ജോലി തരാൻ കഴിയില്ല, എന്റെ ഉള്ള ജോലി മുടക്കാൻ കഴിയില്ല, എന്നെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല. എല്ലാം അല്ലാഹു നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ എന്ന അങ്ങേയറ്റത്തെ ആ ഒരു തവക്കുൽ, അത് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അതും അയാൾക്ക് സൽസ്വഭാവം അയാളിലുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് മഹാൻ പറയുകയാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി സഹ്ൽ ഇബ്നു തുസ്തുരി റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ മഹാൻ പറയുകയാണ്, സൽസ്വഭാവത്തെ കുറിച്ചൊരിക്കൽ മഹാൻ അവറുകളോട് ചോദിച്ചു, എന്താണ് അതിന്റെ ഫലങ്ങൾ? മഹാൻ പറയുകയാണ്, സൽസ്വഭാവത്തിൽ ഏറ്റവും താഴ്ന്നത് വിഷമങ്ങൾ സഹിക്കലാണ്, പ്രതികാരം ചെയ്യാതിരിക്കലാണ്. വിഷമങ്ങൾ സഹിക്കുക എന്നുള്ളത് മുമ്പത്തെ മഹാനും പറഞ്ഞതാ. ഇവിടെ ഈ മഹാനും പറയുന്നത് വിഷമങ്ങൾ സഹിക്കുക എന്നുള്ളത് സൽസ്വഭാവത്തിന്റെ താഴെ കടിയിലുള്ളതാണ്. അതേപോലെ തന്നെ ഒരാളോടും പ്രതികാരം ചെയ്യാതിരിക്കുക. പ്രതികാരം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മളൊരു വാക്കുകൊണ്ടോ ഒരു നോവ് കൊണ്ടോ കായികമായിട്ടോ നമ്മളെ പ്രതിയോഗിയോട് പ്രതികാരം ചെയ്യാതിരിക്കുക, മാപ്പ് കൊടുക്കുക. ഇന്നിപ്പോ നമ്മള് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ചർച്ചയാവുന്ന യമനിലെ തടവിൽ കഴിയുന്ന ഒരു സഹോദരി നിമിഷപ്രിയ, ആ ഒരു സഹോദരിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കാണാം. ഇസ്ലാമികമായി ഒരാളെ കൊലപ്പെടുത്തിയ ആ മനുഷ്യനെ പകരം കൊല്ലണം എന്നതാണ് നിയമം. അവിടെ വേറെ ഒരു നിയമം കൂടെയുണ്ട്. ഇനി അതാണ് കോടതിയുടെ നിയമം. ഇനി വേണമെങ്കിൽ ഈ കൊല്ലപ്പെട്ട മരിച്ചുപോയ ആ വ്യക്തിയുടെ കുടുംബങ്ങൾക്ക് ഈ കൊലയാളിക്ക് മാപ്പ് കൊടുക്കാം. അത് ഇസ്ലാമിൽ മാത്രം അങ്ങനെ ഒരു നിയമമാണ്. കൊല്ലപ്പെട്ട ആ സഹോദരന്റെ അടുത്ത ബന്ധുക്കൾ പറയാണ്, എന്റെ സഹോദരനെ കൊന്ന ആ വ്യക്തിക്ക് ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു, ഇന്ന് നിരുപാധികം മാപ്പ് കൊടുക്കാം, പ്രതികാരം ചെയ്യാം, അതിന് തെറ്റില്ല. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് പ്രതികാരം ചെയ്യാതെ നമുക്ക് വിട്ടയക്കാം. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് പ്രതികാരം ചെയ്യണ്ട, വിട്ടയക്കാം, പക്ഷേ അതിന് ഞങ്ങൾ തരുന്നതായ കുറച്ച് ക്യാഷ് തരണം, ഇത്ര മൂല്യമുള്ള വസ്തു ഞങ്ങൾക്ക് തന്നാൽ വിട്ടയക്കാം, ഇങ്ങനെ പറയാം. ഈ ഒരു ഓപ്ഷന് വേണ്ടിയാണ് ഇപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ചില പണ്ഡിതന്മാരൊക്കെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതേപോലെ പല ആളുകളും അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട്. അല്ലാഹു തആല അതൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. കാരണം യുക്തിവാദികൾ മറ്റൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുള്ള
മാധ്യമങ്ങളിലൂടെയൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അതേപോലെ അങ്ങനെ പ്രചരിപ്പിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ നിയമം ഇതാണ്, കൊന്നവനെ കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ജഡ്ജിയുടെ നിയമമെങ്കിൽ ആ നിയമത്തിനെ മറികടക്കാൻ ആ കൊല്ലപ്പെട്ടയാളുടെ കുടുംബങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്. വെറുതെ വിടാൻ കോടതിയോട് പറഞ്ഞാൽ ആ കുറ്റവാളിയെ വെറുതെ വിടും. അത് ഇസ്ലാമിന്റെ വളരെ വലിയ മാനുഷികമായ ഒരു മൂല്യമാണ്. ഇങ്ങനെ പ്രതികാരം ചെയ്യാതിരിക്കുക. ഒരാളോട് നമ്മൾ ഒരാളോട് കടം കാശ് ചോദിച്ചു, അയാൾ കാശ് തന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മൾക്ക് അല്ലാഹു തആല ഒരുപാട് കാശ് അനുഗ്രഹം തരികയും അയാളെ ദരിദ്രനാക്കുകയും ചെയ്തു. അയാള് പിന്നീട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണം എനിക്കൊരു 10,000 രൂപ തരണം. അപ്പൊ നമ്മുടെ മനസ്സിൽ പണ്ട് അയാൾ ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന ചിന്ത വന്ന് അയാൾക്ക് കൊടുക്കാതിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടാകരുത്. പണ്ട് അയാൾ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അയാൾക്കുള്ള പണി കൊടുക്കാം. പക്ഷേ നമുക്കതിന് സാധിക്കും. അയാൾ ചോദിച്ചു തരൂല എന്ന് പറയാം, അയാൾ തല്ലി മേടിക്കൊന്നുമില്ല. പക്ഷേ അവിടെ പ്രതികാരം ചെയ്യരുത്. ഇങ്ങോട്ട് തന്നില്ലല്ലോ അതുകൊണ്ട് നിനക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികാര ബുദ്ധി നിന്റെ മനസ്സിൽ വരാതെ ആ മനുഷ്യന് കൊടുത്തോ സുഹൃത്തേ, എന്നാൽ അത് സൽസ്വഭാവമുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതാണ് മഹാൻ പറയുന്നത്, നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും അത് സഹിക്കലും, അതേപോലെ അക്രമിയുടെ കാര്യത്തിൽ അലിവ് കാണിക്കുക, പ്രതികാരം ചെയ്യാതിരിക്കുക, അക്രമിയുടെ കാര്യത്തിൽ അലിവ് കാണിക്കുക. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിമിഷപ്രിയ ഒരു അക്രമിയാണ്, ഒരു ക്രിമിനലാണ്, കുറ്റം ചെയ്തിട്ടുണ്ട്. എന്നാലും അവരോട് അലിവ് കാണിക്കാനുള്ള ഒരു മനസ്സ് അതൊരു മുസ്ലിമിന്റെ മനസ്സാണ്, ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്. അത് മാപ്പ് കൊടുക്കുക എന്നുള്ളത് വിശാലമായ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഉന്നതമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളുള്ള ഒരു തലമാണ്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിൽ ഇങ്ങനെയും നിയമങ്ങളുണ്ടല്ലോ. കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്നുള്ള നിയമമാണെങ്കിൽ ഇങ്ങനെയും നിയമങ്ങളുണ്ടല്ലോ. അക്രമിയെ അലിവ് തോന്നി വിട്ടയക്കുക, പ്രതികാരം ചെയ്യാതിരിക്കുക, ഇതും ഇസ്ലാമിന്റെ ശൈലിയല്ലേ മക്കളെ? അതുകൊണ്ട് ആ സഹോദരിയോട് നിങ്ങൾക്കൊന്ന് അലിവ് കാണിച്ചുകൂടെ? നിങ്ങളെ സഹോദരനെ കൊന്നതാ, നിങ്ങളുടെ ഉപ്പയെ കൊന്നതാ, അതൊക്കെ ശരി. എന്നാലും ഇങ്ങനെ ഒരു മാനുഷിക മൂല്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആ മൂല്യം നിങ്ങൾക്കൊന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക നല്ല കാര്യമാണ്. അത് സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ്. സൽസ്വഭാവത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് മഹാന്മാർ ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ അവന് വേണ്ടി പാപമോചനം തേടുക, പൊതുവായിട്ടുള്ള ദയ കാണിക്കുക. നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ഒരാൾക്കും പടച്ചവനെ അയാൾ അറിവില്ലാതെ ചെയ്തു പോയതാണ്, പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് അയാൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. വല്ലാത്ത മനസ്സാണ്. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നോക്കൂ, എത്ര സുന്ദരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക്, അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്കറിയാലോ, ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി ത്വായിഫിലേക്ക് പോവാറുണ്ട്. അവിടെയുള്ള മഹാന്മാരെയൊക്കെ സന്ദർശിക്കാനും ഒക്കെ. അവിടുന്ന് തിരിച്ചു പോരുന്ന വഴിയിൽ ആ റോഡ് സൈഡിൽ തന്നെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രബോധനം ചെയ്യാൻ ത്വായിഫിലേക്ക് പോയപ്പോ അവിടെയുള്ള ആളുകൾ നബി തങ്ങളെ കൂക്കി വിളിക്കുകയും ചെറിയ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിക്കുകയൊക്കെ ചെയ്തു. നബി തങ്ങളുടെ കാലിൽ ഏറുകൊണ്ടു രക്തം വന്നു. തളർന്നുകൊണ്ട് നബി തങ്ങൾ ഒരു മരത്തൊരു പാറയുടെ താഴ്വശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, അങ്ങയുടെ കാലിൽ നിന്ന് രക്തം വരുന്നുണ്ടോ നബിയേ? അങ്ങ് വിഷമിച്ചു പോയോ നബിയേ? അങ്ങക്ക് പ്രയാസമുണ്ടോ നബിയേ? അങ്ങയെ ഉപദ്രവിച്ചോ നബിയേ? അങ്ങ് പേടിക്കണ്ട നബിയേ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ
ആ കാണുന്ന വലിയ പർവ്വതം അങ്ങയെ ഉപദ്രവിച്ച ആളുകളുടെ മേലിലേക്ക് മറിച്ചിട്ടുകൊണ്ട് അവരെ നശിപ്പിക്കാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് നബിയേ, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ കാരുണ്യത്തിന്റെ കടലായ ഹബീബ് പറഞ്ഞത്, വേണ്ട ജിബ്രീൽ, വേണ്ട ജിബ്രീൽ. ആ മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഈ വിശുദ്ധമായ ദീന് മനസ്സിലാക്കി ഇതിലേക്ക് വരലാണ് അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഉത്തമമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ കടലായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തമമായ സ്വഭാവത്തിന്റെ മാതൃക എന്ന് ഖുർആൻ പ്രചരിപ്പിച്ച നബി, ആ നബിക്ക് മാപ്പ് കൊടുത്തെങ്കിൽ, ആ നബിക്ക് അവരെ മാപ്പ് കൊടുക്കാൻ തോന്നിയെങ്കിൽ, നിബിതങ്ങൾക്ക് ആ ഒരു മനസ്സ് വന്നെങ്കിൽ അത് അവിടുത്തെ സൽസ്വഭാവത്തിന്റെ ഗുണമാണ്. അവിടുത്തെ ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പിതൃ സഹോദരനെ വഹ്ശി എന്ന് പറയുന്ന പിന്നീട് മുസ്ലിമായി ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാമല്ലോ ചതിപ്രയോഗത്തിലൂടെയാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയ വഹ്ശിയെ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ആ സമയത്ത് നബിതങ്ങൾ വഹ്ശിക്ക് മാപ്പ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് നമുക്കറിയോ? ചതിയിലൂടെയാണ്. നേരിട്ടൊന്നും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് പോവാൻ വഹ്ശിക്കെന്നല്ല ആർക്കും ധൈര്യമില്ല. ഹംസ റളിയല്ലാഹു അൻഹു മറ്റൊരാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുറകിലൂടെ വന്നുകൊണ്ട് ചാട്ടി ഉള്ളി ദൂരെ നിന്ന് എറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തി ഹംസ റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ രണാങ്കളത്തിൽ മരണപ്പെട്ട് വീണ ഹംസ റളിയല്ലാഹു അൻഹുവിനോടുള്ള ദേഷ്യം കാരണം മഹാനവറുകളുടെ ചെവി രണ്ടും അരിഞ്ഞെടുത്തു, മൂക്ക് അരിഞ്ഞെടുത്തു, ചുണ്ട് അരിഞ്ഞെടുത്തു, അതേപോലെ തന്നെ ഗുഹ്യാവയവങ്ങൾ അരിഞ്ഞു മാറ്റിക്കളഞ്ഞു. അങ്ങനെ വികൃതമാക്കപ്പെട്ട ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശരീരം കണ്ട് നബിതങ്ങൾ പോലും കരഞ്ഞു പോയിട്ടുണ്ട്, നബിതങ്ങൾ പോലും സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കിയ, ഈ ലോകത്ത് നിന്ന് കൊലപ്പെടുത്തി കളഞ്ഞ വഹ്ശി റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയ ഹിന്ദ് എന്ന് പറയുന്ന സഹോദരിക്കും നബിതങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ദീനിലേക്ക് വന്നവരാണ്. സ്വന്തം ചോരയാണ് ഹംസ തങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ ക്രൂരത കാണിച്ചിട്ടും ആ ചെയ്തത് തെറ്റായി എന്നുള്ളൊരു ബോധം വന്ന് ദീനിലേക്ക് വരുമെന്നുള്ള തോന്നലിൽ നബിതങ്ങൾ അവർക്കൊക്കെ മാപ്പ് കൊടുത്തെങ്കിൽ, ഇതാണ് സൽസ്വഭാവത്തിന്റെ ഒരു ലക്ഷണം. പ്രതികാരമല്ല, ദേഷ്യമല്ല, പകയല്ല. ഇതാണ് ഇന്ന് മനുഷ്യരിലുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ അവനോട് ദേഷ്യം, കാലാകാലം മനസ്സിൽ നിന്ന് പോകാത്ത പക. എന്തിനാണിത്? മരിച്ചു പോകേണ്ട ശരീരങ്ങളല്ലേ നമ്മളൊക്കെ. എത്രയാളുകൾ മരിച്ചുപോയി എന്ന് ഞാൻ ജുമുഅക്ക് പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകയെ നമ്മൾ എടുത്തു കളയുക, വൈരാഗ്യത്തെ നമ്മൾ എടുത്തു കളയുക. അങ്ങനെ തോന്നും ചിലപ്പോഴൊക്കെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആ സമയത്തൊന്ന് ചിന്തിക്കുക, എന്തിനാണ് റബ്ബേ, എന്തിനാണ് റബ്ബേ ഞാനിതിൽ നിന്ന് ക്ഷമിച്ചാൽ, ഞാനിതിൽ നിന്നൊന്ന് മാപ്പ് കൊടുത്താൽ പരലോകത്ത് വലിയ ഗുണങ്ങൾ എനിക്കുണ്ടാവുമെങ്കിൽ ആ വഴി ഞാൻ സ്വീകരിക്കട്ടെ എന്ന നിലക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നത് ഇതൊക്കെയാണ്. വിഷമങ്ങൾ സഹിക്കുക, പ്രതികാരം ചെയ്യാതിരിക്കുക, അക്രമിയോട് അലിവ് കാണിക്കുക, അതേപോലെ അവനോട് പാപമോചനത്തിന് വേണ്ടി തേടുക, പൊതുവായിട്ടുള്ള ദയ, പൊതുവായിട്ടുള്ളതായ ഒരു സ്നേഹം, അനുകമ്പ എല്ലാ ജീവികളോടും കാണിക്കുക. മറ്റൊരവസരത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ പറയുകയാണ്, ഭക്ഷണ കാര്യത്തിൽ യജമാനനായ അല്ലാഹുവിനെ തെറ്റിദ്ധരിക്കാതിരിക്കലും അവനിൽ വിശ്വസിക്കലും അവൻ ഏറ്റെടുത്ത ബാധ്യത നിറവേറ്റുക എന്നുള്ളതുമൊക്കെ ഈ രീതിയിൽ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്.
ഒരു നേരം നമുക്ക് ഭക്ഷണം കിട്ടിയില്ല, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നു, അത് വരുമ്പോഴേക്ക് എന്ത് അള്ളയാണ്, എന്ത് പഠിച്ചവനാണ്, ഞാൻ നല്ല രീതിയിലൊക്കെ അള്ളാഹു വഴിപ്പെടുന്നില്ലേ, എനിക്കെന്താ ഒന്നും തരാത്തത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിനോട് ശോഭിക്കുകയും വഴക്ക് പറയുകയും ചെയ്യാത്ത ഒരു മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ അതും അവനിൽ സൽസ്വഭാവമുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളായിട്ടാണ് മഹാന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ സ്വഭാവങ്ങളൊക്കെ ഓരോ ആളുകളിലും ഉണ്ടെങ്കിൽ അവരൊക്കെ സൽസ്വഭാവം അവരിലുണ്ട് എന്നതിന്റെ പ്രകടമായി നമുക്ക് കാണുന്ന അടയാളങ്ങളാണ് ഉമ്മമാരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇല്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയുമോ? ഈ പറയപ്പെട്ടതായ ഗുണങ്ങളൊക്കെ ചില മനുഷ്യന്മാർക്ക് പ്രസവത്തിലേ ഉണ്ടാകും. പരിശ്രമിക്കുന്നു വേണ്ട, അവർക്ക് അത് ഉണ്ടായിക്കൊണ്ടായിരിക്കും അവർ ജനിക്കുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാളിൽ നിന്നും പഠിച്ചതല്ല, ആരും പരിശീലിപ്പിച്ചതല്ല. ജനിക്കുന്നതിന്റെ മുമ്പേ തന്റെ മാതാവിന്റെ ഉദരത്തിൽ വളരുന്ന സമയത്തെ പിതാവ് നഷ്ടപ്പെട്ടു പോയി. തന്റെ കുഞ്ഞുമായി പ്രിയ മാതാവ് ആമിന ബീവി നബി തങ്ങളെ ആ പിതാവിന്റെ വിരഹമറിയിപ്പിക്കാതെ വളർത്തി. 6 വയസ്സിന് തങ്ങൾക്ക് പ്രായമായപ്പോഴോ മാതാവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പിന്നെ സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബാണ്. നബി തങ്ങളുടെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു പോയി. പിന്നീട് അബൂ ത്വാലിബാണ്. 12ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പൂർണ്ണ അനാഥനായി, വാപ്പയില്ല, ഉമ്മയില്ല, മൂത്താപ്പയില്ല, അതേപോലെ തന്നെ വല്ലിപ്പയില്ല, സംരക്ഷിക്കുന്നവരെല്ലാം മരണപ്പെട്ടു പോയി. തിന്മയിലേക്ക് പോവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും, അന്നത്തെ മക്കയിൽ എല്ലാ തോന്നിവാസത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും പോകാതെ നബിതങ്ങൾ പിടിച്ചു നിന്നു. അത് ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു മഹത്വമാണ്. പ്രസവത്തിലെ ജനിക്കുമ്പോഴേ ഈ പറയപ്പെട്ട സൽസ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളും അവരിൽ ഉണ്ടാകും. അതൊരു വിഭാഗം. ഇനി രണ്ടാമത്തത് എന്താണ്? സൽക്കർമ്മങ്ങളുമായി നമ്മൾ സഹവസിക്കുക. നല്ല കാര്യങ്ങൾ നമ്മൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നല്ല കാര്യങ്ങൾ ദൈനംദിനം നമ്മൾ ഒരുപാട് സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പറയപ്പെട്ട സൽസ്വഭാവം നമ്മളിലേക്ക് ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ശരീരം തളർന്നു പോയതായ ഒരു മനുഷ്യൻ, ആ തളർച്ച നേരെയാവണമെങ്കിൽ അതിലേക്ക് ഒരുപാട് ചികിത്സകൾ ആവശ്യമാണ്. എല്ലാ ദിവസവും അതിന് ചില പ്രത്യേക പോയിന്റുകളിലുള്ള ആക്ഷനുകളും എക്സർസൈസുകളും ഒക്കെ വേണം. അങ്ങനെ ഒരുപാട് സമയം അവൻ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ പഴയ ഒരു അവസ്ഥയിലേക്ക് അവന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഒരു പ്ലെയർ ആവട്ടെ, ഒരു ഗായകനാവട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാവട്ടെ, ആ മേഖലയുമായി നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ് ആ ഒരു വിഷയത്തിൽ അവൻ വിജയിക്കുകയുള്ളൂ. ഒരു ഡോക്ടർ ആവണമെങ്കിൽ ആ ഡോക്ടറും ആ പഠിക്കാൻ എന്തെല്ലാം ആവശ്യമാണോ അതിലൂടെ അവൻ ഒരുപാട് കഷ്ടപ്പെടണം. അപ്പോഴാണ് ആ ഡോക്ടറേറ്റ് അവനിക്ക് ലഭിക്കുകയുള്ളൂ. ഒരു പ്ലെയർ ആവണമെങ്കിൽ നേരത്തെ എണീറ്റുകൊണ്ട് അവൻ ശാരീരികമായ ഫിറ്റ്നസ് നേടുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം. അപ്പോഴേ അവന് നല്ലൊരു പ്ലെയർ ആവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതാവുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടതകളും യാതനകളും സഹിക്കേണ്ടി വരും. അതേപോലെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സൽസ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾക്ക് കഴിയും. ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുക, അതോടൊപ്പം തന്നെ ഈ സൽസ്വഭാവമുള്ള ആളുകൾ ുമായി നമ്മൾ കൂട്ടുകൂടുക പ്രധാനപ്പെട്ടതാണ്.
മനുഷ്യന്റെ മനസ്സ് നന്നാവാൻ, ഔലിയാക്കളുടെ വഴിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്ന ഒരു കാര്യവും അതാണ്. നല്ല ആളുകളോടൊപ്പം നീ പോവുക, നല്ല സദസ്സിൽ നീ പോയിരിക്കുക, നല്ല ആളുകളോട് സംസാരിക്കുക, നല്ല ആളുകളോട് സഹവസിക്കുക. അങ്ങനെ നീ സഹവസിക്കുമ്പോ ആ നല്ല മനുഷ്യന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അത് നിന്നിലേക്കും പകരും. അങ്ങനെയും നിനക്ക് ഈ സൽ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരപ്പാണോ കൂട്ടുകൂടുന്നത് എങ്കിൽ ആ കൂട്ടുകൂടുന്ന ആളുടെ സ്വഭാവം നമ്മളിലേക്ക് പകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂട്ടുകൂടിയപ്പോ നബി തങ്ങളെ ഉപദ്രവിക്കാൻ വന്നവർ, നബി തങ്ങളെ ചീത്ത വിളിച്ചവർ, നബി തങ്ങളെ കൊല്ലാൻ നടന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങളുമായി സഹവസിച്ചപ്പോ മുഅ്മിനായി. ഒരുപാട് സ്വഹാബികളുടെ ചരിത്രങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി മഹാന്മാര് പറയുന്നത് നല്ല കാര്യങ്ങൾ ധാരാളമായി അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ നല്ല ആളുകളോടൊപ്പം നമ്മൾ കൂട്ടുകൂടുക. ഇതാണ് അതിനുള്ളതായ ഒരു പ്രതിവിധി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തആല അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. മഴയാണ്, ഒരുപാട് ആളുകൾ കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും നമുക്ക് നടത്തണം. മഴയാണെങ്കിലും സ്വല്പ നേരെങ്കിലുമൊക്കെ കുറഞ്ഞ ടൈം പറയുകയാണെങ്കിൽ അതൊരു ബറക്കത്താണല്ലോ. ഇൽമിന്റെ സദസ്സാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ പരസ്പരം ഉണ്ടാക്കുന്നതായി ആളുകൾ വാരി വിതറുമ്പോൾ അതൊന്നുമല്ല ജീവിതം. യഥാർത്ഥ സ്വഭാവം അതല്ല എന്ന് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതൊരു മാറ്റമുണ്ടാകും. അള്ളാഹു തആല അങ്ങനെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇബ്നു ഇസ്ഹാഖ് لما كان اليوم السابع وذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميتك ابنك؟ قال سميته محمدا فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الله في ذلك السعد فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسى صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم إن بيتا أنت ساكنه ليس محتاجا إلى سرج صل رب العالمين على سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد
والسرج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته وسما في أرفع الدرج صل رب العالمين على سيد الكونين والسرج باذلا في الحب مهجته سمحا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين والسرج أنت منجينا من الحرق من لهيب النار والأجج الله الله ما شاء الله لا قوة إلا بالله ذنبنا ما حيل يمنعنا من ظروف الدمع والعجج الله الله ما شاء الله لا قوة إلا بالله حبكم في قلبنا محو من رأين الذنب والخرج الله الله ما شاء الله لا قوة إلا بالله صنبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله لا قوة إلا بالله إننا نرجو لشافعنا لصلاح الدين والنهج الله الله ما شاء الله لا قوة إلا بالله وهو نجانا من البلوى طيبه في العالم الأرجي الله الله ما شاء الله لا قوة لا ربي وارزقنا زيارته قبل قبل الروح والخرج الله الله ما شاء الله لا قوة إلا بالله صل يا ربي على الهادي لسبيل الحق والفرج الله الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. സൽ സ്വഭാവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടത്, അതുണ്ടാവാൻ എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടത്. അല്ലാഹു അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഇത് കേട്ടതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഒരു മാറ്റം നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സൽ സ്വഭാവവും അതിൻ്റെ അടയാളവുമുള്ള നല്ല മുത്തഖീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, കഠിനമായ വേദന കൊണ്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ വന്നവർ, അല്ലാഹുവേ പലരുമുണ്ട്. നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്തുകൾക്ക് ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇന്ന് ഈ പരിപാടിയിലേക്ക് ചീരണി കൊണ്ടുവന്നതായ സഹോദരൻ എന്താണോ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ നിനക്കറിയാം, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെ നിനക്കറിയാം. പടച്ചവനെ, ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്തുകൊണ്ട്, നിന്റെ വിശുദ്ധ കലാമിന്റെ ഖുർആനിന്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഹലാലായ മുറാദുകളെ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഉമ്മ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, പേരമക്കൾ, ഏത് നിലക്കുള്ള വിഷമങ്ങൾ, രോഗങ്ങളാണെങ്കിലും ഇതിന്റെ ബറക്കത്തുകൊണ്ട് നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ലോകം ഇതിന്റെ പ്രതിഫലം കൊണ്ട് നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെയൊക്കെ ഉപ്പ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, ഞങ്ങൾക്ക് ചെലവിന് തന്നിരുന്ന ഞങ്ങളുടെ വീട്ടുകാർ, അല്ലാഹുവേ, ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്നവർ, അല്ലാഹുവേ, ഇവിടെ ആമീൻ പറയുന്നവരുടെ ഉമ്മ, ഉപ്പ, ഭാര്യ പലരും ഈ 6 അടി മണ്ണിലുണ്ട്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആന്റെ പ്രതിഫലം ഒരു കാരുണ്യമായി, ഒരു പ്രകാശമായി അവരുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മുത്തഖീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓത്തുപള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യ, സന്താനങ്ങൾ, സഹോദരിമാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും നീ ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അടുത്ത ആഴ്ചക്ക് ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.